ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ബർത്ത്ഡേ ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈവൻറ്റ് മാനേജ്മെൻറ്റിനും കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ വേണ്ടി വരും അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നന്നായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ബർത്ത്ഡേ സെറ്റിൽ ഇതേപോലെ ബോട്ടിലിൽ ഒരു വർക്ക് ചെയ്തു വെച്ചായിരുന്നു കേട്ടോ. അതാട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ പശ തേച്ചിട്ട് ഒരു ത്രെഡ് ഞാൻ ചുറ്റി കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അത് ത്രെഡ് ചുറ്റി കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ താഴെ ഞാൻ ആ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ത്രെഡ് കൂടെ ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ സെൻറ്ററിൽ ഒന്ന് റൗണ്ട് ചെയ്ത് ചുറ്റി കൊടുത്ത്. എന്നിട്ട് ഞാൻ അതിലിങ്ങനെ തൊപ്പ പോലെ ഇങ്ങനെ പൊന്തി കിടക്കുമല്ലോ, അതൊക്കെ ഞാനൊന്ന് ഒരു ലൈറ്റർ വെച്ചൊന്ന് കരിയിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ ഞാൻ വീഡിയോ കൊടുക്കാവേ. നമ്മൾ പുറത്ത് പോയ സമയത്ത് ഈ ഒരു ബലൂൺ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ബലൂണിൻ്റെ കാറ്റൊക്കെ പോയി, ഈ സാധനം മാത്രമായി ബാക്കി. അങ്ങനെ ഞാൻ അത് എടുത്തിട്ട് ഞാൻ ആ ഒരു ലൈറ്റ് ഞാൻ കുപ്പിയിലേക്ക് ഇറക്കിയിട്ട് ആ ബാക്കി വന്നൊരു പോർഷൻ ഞാൻ ഡബിൾ സെറ്റ് ടാപ്പ് വെച്ചിട്ട് ബാക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാട്ടോ ചെയ്തേ. എന്നിട്ട് ഇതേപോലെ ഐക്കൺ ഞാൻ ഗോൾഡൻ ഗ്ലിറ്റർ പേപ്പറിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കാട്ടോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഐക്കൺ ഉണ്ടാക്കി കൊടുക്കാട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 4-5 ഐക്കൺ മാത്രമേ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഒരു ഈർക്കിൾ എടുത്തിട്ട് അതിൽ ഞാൻ A4 പേപ്പർ വെച്ച് അതിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ടേ. അപ്പം ഞാൻ ബർത്ത്ഡേ സെറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലൊരു ബ്ലൂ പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഈർക്കിളിൽ ഞാൻ ഇതേപോലെ അങ്ങനെ ചുറ്റി കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഞാൻ 5 എണ്ണത്തിലും 5 ഈർക്കിൾ വെച്ച് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഞാനത് ആ ഒരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഇതേപോലെ കുറച്ച് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മക്കളെ ബർത്ത്ഡേ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതേപോലെ എല്ലാ ഐക്കണും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 6 ഐക്കണും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ ഞാൻ ആ ഒരു ബോട്ടിലിൽ ഇറക്കി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാട്ടോ ലാസ്റ്റത്തെ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടോ ഒരു ബർത്ത്ഡേ സെറ്റിൽ ഇതേപോലെയൊക്കെ ചെയ്ത് വെച്ചപ്പോൾ. പിന്നെ അടുത്തായിട്ട് ഞാൻ ഇതേപോലെ 2 ഫ്രെയിം വെക്കാൻ വേണ്ടിയിട്ട് 2 ഒരു മിനിയേച്ചർ വുഡൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ ഫ്രെയിം ഞാൻ ഇതിലാട്ടോ ഞാൻ വെച്ചത്. ഇത് ഞാനും ഉണ്ടാക്കിയാണ്. ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വൈകാതെ തന്നെ ഇതിൻ്റെ വീഡിയോ എടുത്തിടാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സ്ട്രോ പോലത്തെ എന്തോ സംഭവമാണിത്. അപ്പോൾ എങ്ങനെ ഇത് സെറ്റ് ചെയ്യുന്ന അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബോക്സ് എടുത്തിട്ട് അതിൽ കുറേ ഹോൾ ഇതേപോലെ ഇട്ടിട്ട് അതിൽ കുത്തി വയ്ക്കാട്ടോ ചെയ്തത്. പിന്നെ മിഠായിയൊക്കെ ഇട്ടത് ഈ ഒരു ഇതേപോലത്തെ ഒരു ബോക്സിലാട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് കുറച്ച് ഹാർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡോണറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതും കാർഡ്ബോർഡ് വെച്ച് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേപോലെ റൗണ്ടിൽ കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് ബാക്കി അടിയത്തെ ആ ഒരു റോളെന്ന് പറഞ്ഞാൽ നമ്മൾ സിൽവർ പേപ്പറിൻ്റെ റോളില്ലേ, അത് വെച്ചാട്ടോ ഞാൻ ചെയ്തത്.
പിന്നെ അതേപോലെ പോപ്സിക്കിൾസും കേക്ക് പോപ്സൊക്കെ ഞാൻ വെച്ചത് ഒരു പലക കഷ്ണത്തിലാണ്. എൻ്റെ ബാക്ക് കോമഡി ആട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു റൗണ്ടിലുള്ള പലകയായിരുന്നു, അതിന് ഞാൻ പേപ്പറൊക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ ഞാൻ ചെയ്തത് സ്പ്രേ ബോർഡിലാട്ടോ. അപ്പോൾ ബ്ലൂ തീമിലായതുകൊണ്ട് ഞാൻ ഇതിന് ബ്ലൂ കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ബർത്ത്ഡേ ഡെക്കറേഷൻ വീഡിയോ 3 പാർട്ടായിട്ടാണ് കേട്ടോ ഇടുന്നത്. കാരണം വീഡിയോ നല്ല ലെങ്ത് ആയിരിക്കും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ 3 പാർട്ടായിട്ട് ഇടുന്നത്. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.